السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أحيا ربيع القلب شهر المولد، كل الأنام بذكر مولد أحمد. يا رب صل على النبي محمد، منجي الخلائق من جهنم في غدي. അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അവിടെ കസേര ഒഴിവായിരിക്കുന്നു. കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ആ കസേരയിൽ പോയിരുന്നാൽ അവിടെ നിൽക്കുന്നവരൊക്കെ എന്താ പോകുന്ന യാത്രക്കാർക്ക് സുഖമായി, വണ്ടി കൊണ്ടുപോകുന്നവർക്ക് സുഖമായി, നിങ്ങൾക്ക് സുഖമായിട്ട് ഇരുന്ന് വേദം കേൾക്കാം. ആ നിൽക്കുന്നവരൊക്കെ അവിടെ കസേരയിൽ പോയിരിക്കും. ഇത് മുന്നോട്ട് തന്നെ പോയിക്കോളി, അതിനൊന്നും യാതൊരു അതുപോലുമില്ല മുന്നോട്ട് പോകുന്നതിനൊന്നും. അവിടെ നിൽക്കുന്നവരൊക്കെ അവിടെ നിന്ന് മാറിയിട്ട് അവിടെ സദസ്സ് പോയിരുന്നാൽ ഇത്ര അച്ചടക്കമുണ്ടാകും. ഈ വണ്ടിയിലെല്ലാം ഇങ്ങനെ പോകുമ്പോഴുള്ള ശ്രദ്ധയൊക്കെ അതിലേക്ക് മാറുക, ആൾക്കാർക്കും ബുദ്ധിമുട്ടാകുക. അവിടെ ഇപ്പോൾ കസേര ഒഴിവുണ്ട്, കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. വേഗം അവിടെ പോയിരുന്നവിടെ എല്ലാവരും. ബഹുമാന്യരെ, നമ്മളുടെ തങ്ങൾ വരുന്നുണ്ട്, ഇങ്ങോട്ടിരിക്കുക. നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് കുളിർമ പകർന്നുകൊണ്ട് മഹത്തായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. മഹാനായ മർഹൂം ശൈഖുന കുണ്ടൂർ ഉസ്താദ് അവറുകൾ ജീവിതത്തിൽ വിജയത്തിൻ്റെ നിദാനമായി മുറുകെ പിടിച്ചത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടും മുറുകെ പിടിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ലോകത്ത് എല്ലാം കൊടുക്കുന്ന രാജാവെങ്കിലും
എല്ലാ നന്മയും ലോകത്ത് ഏത് സൃഷ്ടിക്കും ലഭ്യമാകാനുള്ള നിമിത്തം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഫലം തുംസിബിനാ നിഅമത്തുൻ ളഹറത് ഔ ബതനത് നിൽനാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ ഔ ദുനിയ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ. ഏത് നന്മകൾ ഏത് സൃഷ്ടികൾക്ക് ദീനിലോ ദുനിയാവിലോ ആഖിറത്തിലോ എവിടെ ലഭിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം നിമിത്തം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവന ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പഠിപ്പിച്ചൊരു കാര്യമാണ്. ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ സന്തോഷിക്കാത്ത ഒരു സൃഷ്ടിയും ഇല്ല, ഏക സൃഷ്ടി ഒഴികെ. ലിമിലാദിഹി ഖദ് റന്ന ഇബ്ലീസു റന്നതൻ ഫസ്ഖൽ ലഹു മാദാ യുഫീദു റനീനുഹു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച ഒരേ ഒരു സൃഷ്ടി അതാണ്. അവന്റെ ആ ദുഃഖപ്രകടനം കൊണ്ട് ഇവിടെ യാതൊന്നും സംഭവിക്കാൻ ഇല്ല. ഇബ്ലീസിന്റെ അനുയായികളായ ആളുകളും ഒരു പക്ഷേ അവന്റെ ആശയം അംഗീകരിക്കുന്നവരും ദുഃഖമുള്ളവരുണ്ടാകാം. അതേ സമയത്ത് أحيا ربيع القلب شهر المولد كل الأنام بذكر مولد أحمد. മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യരും അവരുടെ എല്ലാം ഹൃദയങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മം നടന്ന മാസം വരുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ സന്തോഷം കൊണ്ട് പുളകിതമാവുകയാണ്, സജീവമാവുകയാണ്. അൽഹംദുലില്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിന്റെ തുടക്കത്തിലാണ് നമ്മുടെ ഈ മഹത്തായ ഉറൂസിന്റെ വഅദ് തുടങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടികളെല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള മാർഗമായി നമ്മിൽ നിന്നും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരിൽ നിന്നും സഹകരിക്കുന്നവരിൽ നിന്നും സഹായിക്കുന്നവരിൽ നിന്നും എല്ലാ മുഅ്മിനീങ്ങളിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. നീണ്ട വഅദ് പറയാനിപ്പോൾ പ്രതിബന്ധങ്ങളുണ്ട്. ഒന്ന്, സമയം. ശേഷം ഇവിടെ ഷാദുലിറാത്തീവും മറ്റൊക്കെ നടക്കാനുമുണ്ട്. അതുകൊണ്ട് നീണ്ട സമയം പ്രസംഗിക്കുന്നില്ല. കുറഞ്ഞ സമയം സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. അള്ളാഹു നമ്മുടെ എല്ലാ വാക്കുകളും അവൻ പൊരുത്തപ്പെട്ട അമലാക്കി തരട്ടെ. ദീർഘമായ പ്രസംഗങ്ങൾ കേൾക്കാൻ, വീട്ടിൽ നിന്ന് സൗകര്യപൂർവ്വം കേൾക്കാൻ എല്ലാ വിഷയങ്ങളിലും CD-കളും DVD-കളും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് മുഴുവനും വെളിച്ചം നൽകാൻ വേണ്ടി അന്ത്യനാൾ വരെയുള്ള എല്ലാ സൃഷ്ടികളുടെയും അനുഗ്രഹത്തിനു വേണ്ടി നിയോഗിച്ചയച്ച തുല്യതയില്ലാത്ത ാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്പർശിക്കാത്ത യാതൊരു മേഖലയും ഇല്ല. സർവമേഖലകളിലും മനുഷ്യന് ആവശ്യമായ എല്ലാ നന്മകളും അവിടുന്ന് ഉപദേശിച്ചിട്ടുണ്ട്. സർവ തിന്മകളും
അവിടുന്ന് വിരോധിച്ചിട്ടുണ്ട്. മനുഷ്യന് സന്തോഷകരമായ ജീവിതം നയിക്കാൻ കുടുംബപരമായ വിഷയങ്ങളിലും സാമൂഹ്യമായ വിഷയങ്ങളിലും വ്യക്തിപരമായ വിഷയങ്ങളിലും വ്യാവസായികങ്ങളിലും വ്യവഹാരത്തിൻ്റെ രംഗങ്ങളിലും ആകയാൽ സർവരംഗങ്ങളിലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ആശയം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവസാനിക്കാത്ത, ടെൻഷനില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, പ്രയാസമില്ലാത്ത, ഭയങ്ങളില്ലാത്ത, വിഷമങ്ങളില്ലാത്ത ഒരു ലോകത്ത് എന്നെന്നും ജീവിക്കാനുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ സ്വർഗലോകത്തെത്തുന്നതിന് മുമ്പ് നമുക്ക് ജീവിക്കാനുള്ള ലോകമാണ് ഈ ഭൗതികമായ ലോകം. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ وإنا لجاعلون ما عليها صعيدا جرزا. ഈ ഭൗതികമായ ലോകത്തുള്ള സുന്ദരമായ സസ്യങ്ങൾ, വലിയ വലിയ സൗന്ദര്യമുള്ള കെട്ടിടങ്ങൾ, ഈ ഭൂമി ലോകത്തുള്ള ആയിരക്കണക്കായ ജീവജാലങ്ങൾ, കടലിലും കരയിലുമായി ജീവിക്കുന്ന ധാരാളം ജീവികൾ, ഏതെല്ലാം രൂപത്തിലുള്ള ജീവികളുണ്ട്. നിങ്ങളൊരു നല്ല പൂവൻ കോഴിയെ എടുക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷിപ്പനിയിൽ നിന്ന് മറ്റ് രോഗങ്ങളിൽ നമ്മുടെ നാടുകളെ കാക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, ഒരു കുറച്ച് താറാവുകൾക്ക് പനി പിടിച്ചപ്പോൾ ലക്ഷക്കണക്കിന് താറാവുകളെ കൊന്നുകളയേണ്ടി വന്നു. നമ്മൾ കേരളത്തിൽ ഈ അടുത്തുണ്ടായ ഒരു സംഭവമാണ്. താറാവിന് പനി വന്നപ്പോൾ ആ പനി മനുഷ്യന് പിടികൂടുമോ എന്ന് ഭയപ്പെട്ട് ലക്ഷക്കണക്കിന് താറാവുകളെ കൊല്ലേണ്ടി വന്നു. പടച്ച റബ്ബേ, താറാവുകൾക്ക് പാർട്ടിയില്ല, താറാവുകൾക്ക് സ്വാധീനമില്ല, താറാവുകൾക്ക് പ്രസംഗിക്കാൻ മൈക്ക് കിട്ടൂല, പെർമിഷൻ കിട്ടൂല, അതുപോലെ ധർണ നടത്താനും മാർച്ച് നടത്താനും കഴിയില്ല. അതുകൊണ്ട് താറാവുകളെ കൊല്ലുമ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കാനല്ലാതെ താറാവുകൾക്കൊന്നിനും സാധിച്ചില്ല. താറാവുകളെ കൊല്ലപ്പെട്ടുപോയി, ഒരുപാട് താറാവുകളെ കൊല്ലപ്പെട്ടുപോയി. മനുഷ്യ നന്മക്ക് വേണ്ടി ജീവിയെ കൊല്ലാം എന്ന അടിസ്ഥാന തത്വം എല്ലാ മുസ്ലിങ്ങളും അംഗീകരിച്ചതുകൊണ്ടാണ് അങ്ങനെ താറാവിനെ കൊല്ലാൻ ഭരണപ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും അനുമതി നൽകിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ നന്മക്ക് വേണ്ടി കോഴിയെ അറുക്കുമ്പോൾ, മനുഷ്യ നന്മക്ക് വേണ്ടി ആട്ടിനെ അറുക്കുമ്പോൾ, മനുഷ്യ നന്മക്ക് വേണ്ടി പോത്തിനെ അറുക്കുമ്പോൾ, മനുഷ്യ നന്മക്ക് വേണ്ടി കാളയെ അറുക്കുമ്പോൾ, മനുഷ്യ നന്മക്ക് വേണ്ടി ഒട്ടകത്തെ അറുക്കുമ്പോൾ, മനുഷ്യ നന്മക്ക് വേണ്ടി മത്സ്യം പിടിച്ച് മത്സ്യത്തെ കൊന്ന് തിന്നുമ്പോൾ അത് തെറ്റാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹമായി മാത്രം നിയോഗിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജീവികളെ അറുത്ത് തിന്നുന്നത് തെറ്റാണ് എന്ന് പറയാതിരുന്നത് മനുഷ്യ നന്മക്ക് വേണ്ടി ജീവിയെ കൊല്ലാം എന്ന തത്വം പൊതുവെ ലോകത്ത് ഒരു ബുദ്ധിയുള്ളവരും ഒരു UDF-ഉം LDF-ഉം അല്ലാത്തവരും ആരും ചോദ്യം ചെയ്യാത്ത ഒരാശയമാണ്. പക്ഷേ അവിടെയും അവിടുത്തെ റഹ്മത്ത് കാണാം. ഇൻ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല,
നിങ്ങൾ കോഴി അറുക്കുമ്പോൾ, നിങ്ങൾ പോത്തിനെ അറുക്കുമ്പോൾ അറുക്കുന്ന ആ കത്തിക്ക് നല്ല മൂർച്ച വേണം. അനാവശ്യമായി വേദനിപ്പിക്കരുത്, അനാവശ്യമായി വിഷമിപ്പിക്കരുത്. അങ്ങനെ തുടങ്ങി കൊല്ലുന്ന സമയത്തും നിങ്ങൾ പരമാവധി ദയയോടെ, പരമാവധി കാരുണ്യം കാണിച്ച് കൊല്ലണം. അഥവാ അനാവശ്യമായി ഒരൽപ്പവും ഒരു ജീവിയെയും വേദനിപ്പിച്ചുകൂടാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ താറാവുകളെ ധാരാളം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കാം, എനിക്കതിൻ്റെ ശാസ്ത്രീയത അറിയില്ല, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം ചില വിഷയങ്ങളിൽ ചികിത്സ കണ്ടെത്താതിരിക്കുമ്പോൾ നശിപ്പിക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അല്ലേ? പല്ലുവേദനയായിട്ട്, പല്ലുവേദനയായാൽ പെട്ടെന്ന് പല്ല് പറിച്ചു കളയൂല. ആ പല്ല്, ഇളകിയ പല്ല് ഇളകാതെ തന്നെ നിർത്താൻ കഴിയോ, ഓട്ടയുള്ള പല്ല് അടച്ചിട്ട് നിർത്താൻ കഴിയുമോ എന്ന് കുറേ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ ഒരു പ്രവർത്തകൻ, അദ്ദേഹം ഒരു അച്ചടക്കലംഘനം നടത്തിയാൽ അദ്ദേഹത്തെ സംഘടനയെ തന്നെ പരമാവധി പിടിച്ചു നിർത്താൻ എങ്ങനെ കഴിയും എന്ന് പരമാവധി നോക്കുമല്ലോ. അവസാനം ഒരു നിവൃത്തിയില്ലാതിരിക്കുമ്പോഴല്ലേ ഒരു സംഘടനയുടെ നേതൃത്വം ആ സംഘടനയിൽ നിന്ന് പറിച്ചു മാറ്റുക. അല്ലാതെ പെട്ടെന്ന് പറിച്ചു മാറ്റൂലല്ലോ. നമ്മുടെ സ്വന്തം പല്ല് വേദനയായാലും അങ്ങനെ തന്നെയാണ്. പരമാവധി മരുന്ന് കൊടുത്തിട്ട് നിർത്താൻ വേണ്ടി നോക്കും. അവസാനം ഒരു നിവൃത്തിയില്ല, എല്ലിന് പഴുപ്പ് തട്ടിപ്പോയി, നിവൃത്തിയില്ല എന്ന് കണ്ടാൽ പിന്നെ ഡോക്ടർമാർ പറയുന്ന ചികിത്സ എന്താണ്? പല്ല് എടുത്തു കളയുക എന്നതാണ്. അല്ലാതെ പിന്നെ ചികിത്സ ഇല്ല. ചികിത്സ ഞാനിതുവരെ കേട്ടിട്ടില്ല. പല്ലെടുത്തു കളയുക എന്നുള്ളതാണ് ചികിത്സ. പക്ഷെ ആ ചികിത്സ ഒരു ചികിത്സയാണെന്ന് എനിക്കിട്ട് തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ട്? അങ്ങനെ വേദനയാണെന്ന് നോക്കി എടുത്തു കളിയാണെങ്കിൽ ഒരാൾക്ക് തലവേദനയായിട്ട് മാറുന്നില്ലേ, തല എടുത്തു കളിയാ. അങ്ങനെ ഓരോന്നും വയറ്റുന്ന വേദനയായിട്ട് നിവൃത്തി ഇങ്ങനെ എടുത്തു കളിയാൻ പിന്നെ ഒരു ചികിത്സയാ. അപ്പൊ ചികിത്സാ രംഗത്ത് വളരെയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇത്തരം ചില രോഗങ്ങൾക്ക് ചിലപ്പോൾ ചികിത്സ കണ്ടെത്തിയിട്ടില്ല. അത് ഒരു താറാവിനോ 4-5 താറാവിനോ രോഗം വരുമ്പോൾ ബാക്കിയുള്ള താറാവിന് രോഗം പകരാതിരിക്കാനുള്ള മാർഗം കണ്ടെത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഈ ലക്ഷക്കണക്കിന് താറാവുകളെ എന്തിനു കൊന്നു എന്ന ചോദ്യം ബാക്കിയല്ലേ. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. സുബ്ഹാനല്ലാഹ്. കുറേ താറാവുകൾ ഇങ്ങനെ ഒത്തൊരുമിച്ച് പോകുന്ന കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്. ഇവകളൊക്കെ കൊല്ലുകയാണ് എന്ന് പറയുമ്പോൾ എന്തൊരു വേദനയാണ്. അപ്പോ ഏത് ജീവികളും ഏത് സസ്യങ്ങളും ഇവിടെ ഈ ഭൂമിക്ക് അലങ്കാരമാണ്. പൂവൻ കോഴി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കൂടുതൽ പറഞ്ഞാൽ ഞാൻ വെറുതെ പറയാൻ തോന്നും, അതുകൊണ്ട് വലിയ പൈസ 1,00,000 ഉറുപ്പിക നിങ്ങളൊരു പൂവൻ കോഴീനെ ഉണ്ടാക്കി തരുമോ? കൂടുതൽ ഞാനൊരു 10 കോടി തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കോട്ട് കഴിയൂല എന്ന് എനിക്കറിയാം. പിന്നെ 10 കോടി കോടി തന്നെ പിന്നെ നാളെ അമ്പകയിൽ ചിലപ്പോൾ ഒട്ടാകെ ഇയാൾക്ക് എവിടുന്നോ പൈസ കിട്ടിയിട്ടുണ്ടെന്ന് ഇനി പ്രശ്നമായിരിക്കും. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഒരു പൂവൻ കോഴിയെ അല്ലെങ്കിൽ ഒരു പൂവൻ കോഴിയുടെ ഒരു തൂകലെങ്കിലും ആ ഭംഗിയുള്ള വസ്തു നമുക്ക് നിർമ്മിക്കാൻ കഴിയുമോ? അങ്ങനെ അതിനപ്പുറം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്, പരിശുദ്ധ റമദാനിൽ UAE ഗവൺമെൻറ് ഗസ്റ്റായി അത് പറയാൻ പോയപ്പോൾ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് സാഹിബ് സുമു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നോമ്പുറക്കാൻ വേണ്ടി വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന പണ്ഡിതന്മാരെ ഒന്നായിട്ട് അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്ന് പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറിപ്പോകുന്നതിൻ്റെ 2 ഭാഗത്തും എത്രയും മൈലുകളാണ്, വലിയ മൈലുകൾ. ആ മൈലുകൾ അതിൻ്റെ ആ ചിറകൊക്കെ ഒന്ന് വിരിച്ചിട്ട് നിൽക്കും. എന്തൊരു ഭംഗിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ എത്രയെത്ര ഭംഗിയുള്ള സൃഷ്ടികളാണ്.
ഇതുപോലെ നല്ല സസ്യങ്ങൾ, നല്ല പുഷ്പങ്ങൾ ആർക്ക് കഴിയും? മുഖ്യമന്ത്രിക്ക് കഴിയോ? പ്രധാനമന്ത്രിക്ക് കഴിയോ? പ്രതിപക്ഷ നേതാവിന് കഴിയോ? ലോകത്ത് ഏത് രാജാവിന് കഴിയും? ഒരു പുഷ്പം, ഒരേ ഒരു പുഷ്പം ഉണ്ടാക്കാൻ, അതിലെ ആ തേനും അതിൻ്റെ ആ പരിമളവും അതിൻ്റെ ആ മണവും അതുണ്ടാക്കാൻ ഇവിടെ ആർക്ക് കഴിയും? സുഹൃത്തുക്കളെ, ഇതിനേക്കാളെല്ലാം അപ്പുറം ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഭംഗിയുള്ള മനുഷ്യൻ, മുഖം തിരിക്കാൻ കഴിയാത്ത വിധം നോക്കിപ്പോകുന്ന മനുഷ്യൻ, നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സ്വന്തം കൈ കത്തി കൊണ്ട് മുറിക്കുന്നത് അറിഞ്ഞില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? മനുഷ്യന് അല്ലാഹു തആല ഭംഗി കൊടുത്താൽ ആ ഭംഗി എത്രയാണ് വർണ്ണിക്കാൻ കഴിയുമോ? ലോകത്ത് ഏറ്റവും ഭംഗിയുള്ള സൃഷ്ടി, ലോകത്ത് ഏറ്റവും ഭംഗിയുള്ള വ്യക്തി, അതേ കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി, മുഖത്തുകൂടി സൂര്യനിങ്ങനെ കറങ്ങുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നുമാ പ്രകാശം ചൊരിയുന്ന മുഖമുള്ള ലോകത്തിന് മുഴുവനും നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അങ്ങനെ ഞാൻ പറയട്ടെ, എത്രയെത്ര ജീവികളാണ്, എത്രയെത്ര കെട്ടിടങ്ങളാണ്, എത്രയെത്ര സസ്യങ്ങളാണ്, മത്സ്യങ്ങളാണ്, എന്തെല്ലാം വസ്തുക്കളാണ് ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ചത്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൽ ലഹാ. പക്ഷേ ഇത് മുഴുവനും സൃഷ്ടിച്ചത് എന്തിനാണ്? നിങ്ങൾക്ക് മതിമറന്ന് ജീവിക്കാനല്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ അല്ല. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഭംഗിയുള്ള ശരീരമാകട്ടെ, ഭംഗിയുള്ള മറ്റ് ജീവികളാകട്ടെ, അതേ ജീവനില്ലാത്ത വസ്തുക്കളാകട്ടെ, ഏതൊരു വസ്തുവിനും അതിൻ്റെതായ ചില ജീവൻ. ഞാൻ പറഞ്ഞു വരുന്നത് ഏത് വസ്തുവാകട്ടെ, എല്ലാം സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം മനുഷ്യരാകുന്ന നിങ്ങളെ പരീക്ഷിക്കാനാണ്. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്നവൻ? ആരാണ് കർമ്മയോഗിയായി നീങ്ങുന്നവൻ? ആരാണ് ഏറ്റവും നല്ല കർമ്മം നടത്തുന്നവൻ എന്ന് പരീക്ഷിക്കാനാണ്. അല്ലാഹുവിൻ്റെ പരീക്ഷണം പല വിധത്തിലാണ്. കൊടുത്തുകൊണ്ടുള്ള പരീക്ഷണമുണ്ട്, നന്മ കൊടുത്തുകൊണ്ടുള്ള പരീക്ഷണമുണ്ട്, തിന്മ കൊടുത്തുകൊണ്ടുള്ള പരീക്ഷണവുമുണ്ട്. സന്തോഷമുള്ളത് കിട്ടിയാൽ ആ സമയത്ത് മതിമറന്നു പോകാതെ, അഹങ്കരിക്കാതെ, ഇതൊരു പരീക്ഷണമാണെന്ന് കരുതി അല്ലാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടി ഒരുങ്ങണം, നന്ദി ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തണം. അതായിരുന്നു നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്വഭാവം. അവിടുന്ന് ഏറ്റവും വലിയ ഭരണാധികാരിയാണ്, ഏറ്റവും വലിയ സ്ഥാനം കിട്ടിയ ആളാണ്. എന്തിനധികം പറയണം, മൃഗങ്ങൾ വരെ, എന്തിനധികം പറയണം, ശൈത്താന്മാർ വരെ, ജിന്നുകൾ വരെ സുലൈമാൻ നബി വസ്സലാമിന്റെ കീഴിൽ പണിയെടുക്കുന്നവരാണ്. പക്ഷികളുടെ സംസാരം, മൃഗങ്ങളുടെ സംസാരം, അങ്ങനെ എല്ലാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം. നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് കീഴ്പ്പെടാത്ത ആരുമില്ല. എല്ലാവരും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കീഴിൽ. ആ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞതാണ്, ലിയബ്ലുവനി അശ്കുറു അം അക്ഫുറു, ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ നന്ദികേട് ചെയ്യുന്നുണ്ടോ എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
എനിക്ക് സർവ്വ ഔദാര്യങ്ങളും തന്നിട്ടുള്ളത്. അതാ മിൻ ഫദ്ലി റബ്ബി, ഇത് എന്റെ പവറല്ല, എന്റെ സ്ഥാനമല്ല. അതാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബ് എനിക്ക് തന്ന ഔദാര്യമാണ്. ആ ഔദാര്യം എന്നെ പരീക്ഷിക്കാനാണ്. ലിയബ്ലുവനി അസ്കുറു അം അക്ഫുർ, എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നുണ്ടോ, നന്ദികേട് ചെയ്യുന്നുണ്ടോ? പരീക്ഷണമാണ്. ചിലർക്ക് അല്ലാഹു തആല കൊടുത്തുകൊണ്ട് പരീക്ഷിക്കലാണ്. ആ കിട്ടുന്ന സമയത്ത് ഞാനൊരു വലിയവനാണെന്ന് തോന്നുന്നുണ്ടോ, എന്റെ കറാമത്ത് കൊണ്ട് കിട്ടിയതാണെന്ന് തോന്നുന്നുണ്ടോ, എന്റെ മഹത്വമാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ അഹങ്കാരത്തിന്റെ ഭാഷ്യം വരുന്നുണ്ടോ എന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്. ലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. പടച്ചവന്റെ മക്ർ, ആ മക്റിൽ വഞ്ചിതനായി പോകുന്നവൻ പരാജയപ്പെട്ടവനാണ്. അവരതാ സാലിഹീങ്ങളാണെങ്കിൽ, മഹാന്മാരാണെങ്കിൽ, അവർക്ക് അത്ഭുതങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ പേടിച്ച് വിറക്കുകയാണ്. ഇത് റബ്ബനെ പരീക്ഷിക്കുകയാണോ? പേടിച്ച് വിറക്കുകയാണ്. അവര് പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം മുറുകെ പിടിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ എന്റെ മനസ്സിൽ എന്താണ് മോനെ, ഇപ്പൊ കൊണ്ട് പോയിക്കോ, ഇവിടെ ഒന്നും വരണ്ട, മറ്റുള്ളവരൊക്കെ നിങ്ങളെ നോക്കുള്ളൂ, എന്റെ പ്രസംഗം പിന്നെ നോക്കണ്ട. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങളെ സന്മാർഗത്തിലേക്കാക്കിയതിന് ശേഷം ഞങ്ങളെ സന്മാർഗത്തിൽ നിന്ന് നീ പിഴപ്പിച്ചു കളയരുത് അല്ലാ, ഹൃദയം തെറ്റിച്ചു കളയരുത് അല്ലാ. മഹാന്മാര് പടച്ച റബ്ബിനോട് ഓരോ സെക്കൻഡിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്ന റബ്ബ് അല്ലാഹുവാണ്. അത് ഏത് സെക്കൻഡിലും നീങ്ങിപ്പോകാൻ സാധ്യതയുള്ളതാണ്. പടച്ച റബ്ബ് കാക്കട്ടെ. അതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യന് 24 മണിക്കൂറുകളാണുള്ളതെങ്കിൽ ഏകദേശം 24 മണിക്കൂറിൽ 7 മണിക്കൂറോളം ഉറക്കിൽ കഴിഞ്ഞു പോകാനുണ്ടെങ്കിൽ ബാക്കിയുള്ള 17 മണിക്കൂറിന് 17 പ്രാവശ്യം ശുദ്ധിയും ബുദ്ധിയുമുള്ള മനുഷ്യൻ ഹിദായത്ത് നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളണം. 17 പ്രാവശ്യം പ്രാർത്ഥിച്ചോളണം. അതല്ലേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെ ചൊവ്വയുള്ള വഴിയിൽ തന്നെ ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാ. ആ വഴി ഏതാണെന്ന് റബ്ബിന് അറിയാഞ്ഞിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതല്ല, മറിച്ച് ഞാൻ ആ വഴി ഏതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി വലദ്ദാല്ലീൻ. നേരെയുള്ള മാർഗം പ്രവാചകന്മാർ അമ്പിയാക്കളെ മാർഗമാണ്. അതേ അമ്പിയാക്കളെ മാർഗമാണ്, സിദ്ദീഖീങ്ങളെ മാർഗമാണ്, സുഹദാക്കളെ മാർഗമാണ്, സജ്ജനങ്ങളുടെ മാർഗമാണ്. ആ മഹാന്മാരെ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അനുഗ്രഹങ്ങൾ അല്ലാഹു കനിഞ്ഞു നൽകിയപ്പോൾ അതിന്റെ പേരിൽ അഹങ്കരിച്ചിട്ടില്ല. ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അശ്കുറു അം അക്ഫുറു, എന്നെ പരീക്ഷിക്കാൻ അല്ലാഹു തന്ന അനുഗ്രഹമാണിത്. സുലൈമാൻ നബി അലൈഹിസ്സലാം പച്ചയായി പ്രഖ്യാപിക്കുന്നു, ഞാൻ വിജയിച്ചുവെന്നോ, ഞാനത് നേടിയെടുത്തുവെന്നോ, എനിക്കത് കിട്ടിയെന്നോ. അങ്ങനത്തെ അഹങ്കാരത്തിന്റെ ഭാഷ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിൽ നിന്ന് വരുന്നില്ല. മറിച്ച് എനിക്ക് ഈ വകയിൽ ഒരു ക്രെഡിറ്റുമില്ല. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹങ്ങളെല്ലാം പരീക്ഷണങ്ങളാണ്. ലിയബ്ലുവനീ,
അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, അതേ അമ്പിയാക്കളിൽ തന്നെ പ്രയാസങ്ങളെ കൊണ്ട് പരീക്ഷണങ്ങൾ നൽകിയ പലരുമുണ്ട്. അത് പല വിധത്തിലുണ്ട്. ഘട്ടം ഘട്ടമായി കിട്ടിയവരുണ്ട്. ചിലപ്പോൾ പല സന്ദർഭങ്ങളിലും പ്രയാസത്തിൽ തന്നെ മുഴുങ്ങിപ്പോയവരുണ്ട്. എന്തിനധികം പറയണം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പ്രവാചകരാണ്. കലീമുല്ലാഹി മൂസ, ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തിന് ശേഷവും അത്ഭുതം പ്രകടിപ്പിച്ച മഹാനാണ്. അറിയാമല്ലോ, 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ വിഷയത്തിൽ നല്ല പങ്കില്ലയോ? 50 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം അതുമായി തിരിച്ചു വരുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി കാണണമെന്ന ആഗ്രഹം മൂസാ നബി അലൈഹിസ്സലാമിനുണ്ട്. കാരണം മൂസാ നബി അലൈഹിസ്സലാം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു പഴയ കാലത്ത്. ആഗ്രഹം അള്ളാഹുവിനെ കാണണം എന്ന ആഗ്രഹമായിരുന്നു. പക്ഷേ ഇന്നകലൻ തറാനി, നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ കാണാൻ സാധ്യമല്ല. ആ സ്ഥാനത്തേക്ക് അവിടുന്ന് ഇപ്പോഴെത്തിയിട്ടില്ല. അള്ളാഹുവിനെ കാണാനുള്ള രംഗമുണ്ട്, പക്ഷേ അത് സ്വർഗത്തിലെത്തിയിട്ടാണ്. ഇവിടെ വെച്ച് കാണാനുള്ള രംഗം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ദുനിയാവിൽ വെച്ച് വഫാത്തിന് മുമ്പ് അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞ ഒരേ ഒരു നേതാവ് മാത്രമേ ഉള്ളൂ. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി വഇദ്റാകിൻ വളർബിൻ മിൻ മിസാലി ഫയൻസൗന അന്നഈമ ഇദാ റഔഹു ഫയാ ഖുസ്റാന അഹ്ലിൽ ഇത്തിസാലി. അള്ളാഹുവിനെ കാണാൻ കഴിയും, പക്ഷേ അത് സ്വർഗവാസികളായ മുഅ്മിനീങ്ങൾക്കാണ്. അള്ളാഹുവേ, ഞങ്ങളെ സൃഷ്ടിച്ചു, ഞങ്ങൾക്ക് വെള്ളം തന്നു, ഭക്ഷണം തന്നു, ഓക്സിജൻ തന്നു, ആരോഗ്യം തന്നു, നാവ് തന്നു, കൈ തന്നു, കാല് തന്നു, ഞങ്ങൾക്കെല്ലാം തന്ന രാജാവാണ് നീ. സംസാരശേഷി തന്നവനാണ് നീ, ഓർമ്മശക്തി തന്നവനാണ് നീ, എല്ലാ മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നവനാണ് നീ, എല്ലാ സ്ഥലത്തും ഇസ്സത്ത് നൽകുന്നവനാണ് നീ, എല്ലാ അനുഗ്രഹവും ചൊരിച്ചവനാണ് നീ. ഞങ്ങൾക്ക് നന്ദികേട് വന്നെങ്കിൽ മാപ്പാക്കണം റഹ്മാനെ. പക്ഷേ അടിമകളായ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് നന്മകൾ ചൊരിച്ചു തന്ന നീ. നിനക്ക് ഞങ്ങൾ ആവശ്യമില്ല, ഞങ്ങളെ നിസ്കാരം ആവശ്യമില്ല, ഞങ്ങളെ പ്രസംഗം ആവശ്യമില്ല, ഞങ്ങളെ പ്രവർത്തനം ആവശ്യമില്ല. ഞങ്ങളുടെ ഒന്നിലേക്കും ഞങ്ങളിലേക്കും ഒരു സൃഷ്ടികളിലേക്കും ഒരാവശ്യവുമില്ലാത്ത സമതാണ് നീ. എന്നിട്ടും നീ ഞങ്ങൾക്ക് നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നീ തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞു തീർക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ചിന്തിക്കാൻ തന്നെ കഴിയില്ല. അത്രയും അനുഗ്രഹങ്ങൾ ചൊരിച്ചു തന്ന രാജാവല്ലേ നീ. ഞങ്ങൾക്ക് ഗുണം ചെയ്തു തന്ന ബാപ്പയെ കാണാൻ, ഉമ്മയെ കാണാൻ, ഗുരുവര്യരെ കാണാൻ, ഞങ്ങളെ സ്നേഹിച്ചവരെ കാണാൻ ഞങ്ങളെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സർവ്വ നന്മകൾക്കും നിമിത്തമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഞങ്ങളെ ഖൽബിൽ ആഗ്രഹമുണ്ട്. അത് നീ തന്നെ ഞങ്ങൾക്ക് നിറവേറ്റിത്തരണം റഹ്മാനെ. എന്നാൽ ആ ഹബീബായ നബി തങ്ങൾക്ക് സർവാനുഗ്രഹങ്ങളും ചെയ്ത, സർവമഹാന്മാർക്കും സർവാനുഗ്രഹവും ചെയ്ത, അതിൻ്റെ എല്ലാം പുറമേ ആ ഹബീബായ നബി തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയ നീ, ഞങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം തന്ന നീ, നിന്നെ ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നു അല്ലാഹ്. ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളെ രാജാവല്ലേ നീ. ഞങ്ങൾക്കെല്ലാം ഞങ്ങളെ സ്നേഹിച്ചവർക്കും നിന്നെ കാണാൻ അവസരം തരണേ അല്ലാഹ്. അതിനവസരം തരണേ അല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു അവനെ കാണാൻ കഴിഞ്ഞ ഒരേ ഒരു സൃഷ്ടി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ആ ഹബീബായ നബി തങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്കറിയില്ലേ, ഒരാൾ വിദേശത്തേക്ക് പോയാൽ ആ വിദേശത്ത് പോയ മകനെ
കാണാൻ കഴിയാത്ത ഉമ്മക്ക് ആ മകനെ കണ്ട് തിരിച്ചു വരുന്ന അയൽവാസിയായ ഒരാളെ കണ്ടാൽ, അഥവാ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കണ്ടാൽ, അനുജത്തിയുടെ മകനെ കണ്ടാൽ, അതേ ആങ്ങളയുടെ മകനെ കണ്ടാൽ, കൂടെ ജോലിയെടുക്കുന്ന മകനെ കണ്ട വിവരം ആ മകനെ കണ്ടുകൊണ്ട് തിരിച്ചു വന്ന അനുജത്തിയുടെ മകനോട്, ആങ്ങളയുടെ മകനോട് വളരെ സമീപത്ത് ചെന്ന് അതാ ഉമ്മ ചോദിക്കൂലേ, മകനെ കണ്ട വ്യക്തിയെ കാണുമ്പോ ആ ഉമ്മക്ക് എന്തൊരു താല്പര്യമാണ്, ഒരല്പസമയം അടുത്തു നിർത്തി സംസാരിക്കാൻ എന്തൊരാവേശമാണ്. അള്ളാഹുവിനെ കണ്ട ഒരേ ഒരു നേതാവ്, ആ നേതാവ് പോകുമ്പോൾ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറും സിയാറത്ത് ചെയ്ത് പോയതാണ്. ആ പോയ പോക്കിൽ വലിയ വിജയം നേടി അതാ വിജയത്തോടുകൂടെ തിരിച്ചു വരികയാണ് നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാൻ, അള്ളാഹുവിനെ കാണാൻ ഞാൻ മുമ്പ് ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അതിനെനിക്ക് കഴിയില്ലെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് എൻ്റെ റബ്ബ് എന്നെ നിരാശനാക്കാതെ എനിക്കതിന് സാധ്യമല്ല എന്നത് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. അങ്ങനെയാണ് പർവ്വതത്തിലേക്ക് നോക്കാൻ പറഞ്ഞത്. പർവ്വതം കുലുങ്ങിയത്, ഞാൻ ബോധം കെട്ട് വീണുപോയത്. റബ്ബിനെ കാണാൻ എനിക്കിവിടെ സാധ്യമല്ല എന്നതെന്നെ ബോധ്യപ്പെടുത്തിയ രാജാവാണ്. ആ രാജാവിനെ കണ്ടുകൊണ്ടതാം തുല്യതയില്ലാത്ത ഒരു നേതാവ് വരുന്നു, തുല്യതയില്ലാത്ത പരിപൂർണ മനുഷ്യൻ വരുന്നു. അതേ തുല്യതയില്ലാത്ത മഹാൻ വരുന്നു. വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഗർഫം മിനൽ ബഹരി ഔ റസ്ഫം മിനദ്ദിയമി മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ആ നേതാവിനൊരല്പസമയം ഇവിടെ പിടിച്ചു നിർത്തണം. ആ നേതാവിനോട് അല്പസമയം എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടണം. ആ നേതാവുമായി എനിക്ക് കൂടുതൽ സംഭാഷണം നടത്താൻ അവസരം ലഭിക്കണം. മഹാനായ കലീമുല്ലാഹി മൂസ പോകാൻ അനുവദിക്കുന്നില്ല. അവിടെ നിർത്താൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ്, എന്താണ് സമ്മാനം കിട്ടിയത് ഉമ്മത്തിന്? സുബ്ഹാനല്ലാഹ്, 50 നേരത്തെ നിസ്കാരം കിട്ടിയെന്ന മറുപടിയാണ്. ആ മറുപടി ലഭിച്ചപ്പോൾ ഉമ്മത്തിനോട് കാരുണ്യം കാണിക്കുകയാണ് കലീമുല്ലാഹി മൂസ. ചുരുക്കിത്തരാൻ വേണ്ടി ആവശ്യപ്പെടണം, അള്ളാഹുവിനോട് ആവശ്യപ്പെടണം. അതിന് റബ്ബ് നിശ്ചയിച്ച സ്ഥലത്തേക്ക് തിരിച്ചു പോകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ആശയങ്ങൾ, നല്ല നിർദ്ദേശങ്ങൾ, ഒരു യൂണിറ്റിന്റെ സെക്രട്ടറി ആണെങ്കിലും, ഒരു യൂണിറ്റിലെ മെമ്പറാണെങ്കിലും, ഒരനുഭാവിയാണെങ്കിലും, ഒരു നല്ല കാര്യം ചൂണ്ടിക്കാണിച്ചാൽ ഏത് നേതാവിനും അത് ആ ചർച്ച ചെയ്യാമല്ലോ, ഏത് നേതാവിനും അത് സ്വീകരിക്കാൻ വകുപ്പുണ്ടല്ലോ എന്ന് ലോകത്ത് പഠിപ്പിക്കുന്ന നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവ്വവിജ്ഞാനങ്ങളും കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന് ലഭിച്ചതിനും നിമിത്തം വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഗർഫം മിനൽ ബഹരി റസ്ഫം മിനദ്ദിയമി. ഹബീബായ നബി തങ്ങളിൽ കിട്ടിയ വിവരം തന്നെയാണെങ്കിലും ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഒരു ചെറിയ നിർദ്ദേശം നൽകുമ്പോൾ, അപേക്ഷ നൽകുമ്പോൾ അതാ ആദരവോടെ സ്നേഹിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി ഇന്നലെ മർക്കസിൽ വെച്ച് അല്ല, അതുപോലെ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് പ്രസംഗിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മർക്കസിൽ വെച്ച് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു കാര്യം പറഞ്ഞപ്പോ അത് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ തങ്ങളെ അടിച്ച ഒരു സംഭവം ഹദീസിലുണ്ട്. ആ അടിച്ച സംഭവത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരണ ചെയ്തപ്പോ അത് പറയാതിരിക്കുന്നതാണ് ഉമ്മത്തിന് ഗുണം
എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിന് സപ്പോർട്ട് നൽകി. എന്നാൽ പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞതാണെങ്കിലും പറയണ്ട എന്ന് പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഉപരിമണ്ഡലത്തിലേക്ക് വീണ്ടും യാത്ര ചെയ്യുകയാണ്. ആരും എത്താത്ത സ്ഥലങ്ങളിലല്ലേ അവിടുന്ന് ചെന്നെത്തിയിട്ടുണ്ട്. അങ്ങനെ ഉപരിമണ്ഡലത്തിലേക്ക് വീണ്ടും യാത്ര ചെയ്ത് അല്ലാഹു 5 നേരത്തെ നിസ്കാരം ചുരുക്കി 45 കൊടുത്ത് വരുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് എന്തൊരു സന്തോഷമാണ്. അള്ളാഹുവിനെ കണ്ട നേതാവുമായി ഇനിയും സംസാരിക്കാൻ അവസരം കിട്ടിയല്ലോ. പിന്നെയും അള്ളാഹുവിനെ കണ്ട നബിതങ്ങളെ കണ്ട് സംസാരിക്കാൻ പിന്നെയും ചാൻസ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ 9 പ്രാവശ്യം സംസാരിച്ചു. 5 നേരം ചുരുക്കി കിട്ടി. അറിയാവുന്ന സംഭവമായതുകൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. 9 നേരവും ചുരുക്കിയിട്ട് പിന്നെ ഒരു 5 നേരത്തെ നിസ്കാരവുമായി തിരിച്ചു വരുമ്പോൾ മൂസാ നബിക്ക് പിന്നെയും അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ തന്നെയാണ് ആഗ്രഹം, പിന്നെയും സംസാരിക്കാനാണ് ആഗ്രഹം. നബിയെ 5 നേരവും തങ്ങളെ ഉമ്മത്തിന് കഴിയൂല, അത് ചുരുക്കി തരാൻ പറയണം എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറയുമ്പോ ലാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, അത് മൂസാ നബി അലൈഹിസ്സലാം സദസ്സിലില്ലല്ലോ. അല്ല പറഞ്ഞതല്ലേ, 1-ന് 10 പ്രതിഫലമാണ്, 5-ന് 50-ന്റെ പ്രതിഫലമാണ്, മാറ്റമില്ല. ഇനി അത് മാറാൻ പോകുന്നില്ല. മാറിയാൽ എന്റെ ഉമ്മത്തിന് നഷ്ടമാണ്. 50 നേരത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലം 5 നേരത്തെ നിസ്കാരം കൊണ്ട് ലഭ്യമാകുന്നത് ഇനി ചുരുക്കാൻ പറഞ്ഞാൽ എന്റെ ഉമ്മത്തിന് നഷ്ടമാണ്. നഷ്ടമുള്ളൊരു പരിപാടിക്ക് ഞാനില്ല എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി അവിടെ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമുമായി സന്തോഷത്തിൽ പിരിഞ്ഞില്ലേ മുഅ്മിനീങ്ങളെ. ആ കലീമുല്ലാഹി മൂസാ ലോകത്ത് ജീവിക്കുമ്പോൾ പല വിഷയങ്ങളിലും ഇടപെട്ടു എന്ന് മാത്രമല്ല, വഫാത്തിന്റെ ശേഷവും പല വിഷയങ്ങളിലും ഇടപെട്ട നേതാവാണ്. ഒരു പുത്തൻവാദിക്കും നിഷേധിക്കാൻ കഴിയൂലല്ലോ. പരിശുദ്ധ ഖുർആനല്ലേ, വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിർയതിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൽ ലിബനീ ഇസ്രായീൽ. മൂസാ നബി അലൈഹിസ്സലാമിന് ഗ്രന്ഥം നൽകിയിട്ടുണ്ട്, അനുഗ്രഹം നൽകിയിട്ടുണ്ട്. സന്മാർഗത്തിലേക്ക് നയിക്കുന്ന മഹാനായ നേതാവ് കലീമുല്ലാഹി മൂസാ. മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ ആരും സംശയിക്കേണ്ടതില്ല. മിഅ്റാജിന് പോകുമ്പോൾ ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ശേഷം പിന്നെയും പലതവണ കണ്ടിട്ടുണ്ട്. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിർയതിൻ മിൻ ലിഖാഇഹി. അതിൽ ഒരു സംശയത്തിനും അവകാശം ഇല്ല. ആ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം കണ്ടില്ലേ നിങ്ങൾ? സുബ്ഹാനല്ലാഹ്, തുടക്കം തന്നെ പരീക്ഷണം. പ്രസവിക്കപ്പെടുന്ന സമയത്ത് ധിക്കാരിയായ ഭരണാധികാരി, അഹങ്കാരി, സുബ്ഹാനല്ലാഹ്, അവനെ പോലത്തെ ഒരു വിഡ്ഢി ലോകത്താരാ? ഫറോവ ചക്രവർത്തി. അവന്റെ വിഡ്ഢിത്വം ഞാൻ റബ്ബാണ് എന്ന് വാദിക്കുകയാണ്. റബ്ബാണ് എന്ന് അവൻ പറയുമ്പോണ്ടല്ലോ, അവൻ പറയുമ്പോ ആ സമയത്തുണ്ട് അവന്റെ വയറ്റില് ഒരുപാട് മലം. ഈ ഞാനാണ് റബ്ബ് എന്ന് പറയുമ്പോഴും അവന്റെ മുന്നിൽ ഒരു നജസിന്റെ ടാങ്കിയ. ആ നജസിന്റെ ടാങ്കി മാറ്റിവെക്കാൻ കഴിയാത്ത ഈ മനുഷ്യനാ ഞാനാണ് റബ്ബ്, എന്നെ റബ്ബുക്കുമല്ല അല എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അത്ര വലിയ വിഡ്ഢി ദുനിയാവിൽ വേറെ ആരാ? ലോകത്തുള്ള മുഴുവൻ അഹങ്കാരികളും വിഡ്ഢികളല്ലേ? അഹങ്കാരമുള്ളവർ മുഴുവനും വിഡ്ഢികളല്ലേ? കാരണം എല്ലാവരുടെ മുന്നിലും ഉണ്ട് ഒരു വലിയ നജസിന്റെ ടാങ്കി. തരക്കേടില്ല, അതൊരു മടമ്പങ്കാലിന്റെ അടുത്തോ മറ്റോ കാണാത്തൊരു സ്ഥലത്ത് ബേക്കിലെങ്ങാനും കൊണ്ട് എങ്ങനെയാണല്ലോ നമ്മളൊക്കെ കക്കൂസിന്റെ ടാങ്കിയൊക്കെ
കുഴിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മൂലയിലല്ലേ കൊണ്ടുപോയി കുഴിക്കുക. ഇത് നേരെ ഫോട്ടോ എടുത്താൽ കാണുന്ന സ്ഥലത്ത് തന്നെ ഈ ടാങ്കി. അത് നീക്കം ചെയ്യാൻ കഴിയുമോ ഈ മനുഷ്യര്? ഒരു ഉള്ളി കൊണ്ടുവന്ന്, ചെറിയ ഒരു ഉള്ളി കൊണ്ടുവന്ന് കണ്ണിന്റെ മുന്നിൽ വെച്ചതിന്റെ തൊലിയുരിഞ്ഞാൽ അപ്പൊ കണ്ണിന്ന് വെള്ളം ചാടുന്നവനല്ലേ മനുഷ്യൻ? അതിനാണോ ഞാൻ വലിയവനാണ്? ഉള്ളിന്റെ മുമ്പിൽ കരയുന്നവൻ, ഉള്ളിയുടെ മുമ്പിൽ കരയുന്നവനാണോ ഞാൻ വലിയവനാണെന്ന് ചിന്തിക്കുന്നത്? ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുബ്ഹാനല്ലാഹ്. ഒരൽപ്പം പൊടി പാറിയാൽ, ഒരൽപ്പം മഞ്ഞുകൊണ്ടാൽ അതേ പിന്നീട് തുമ്മിക്കൊണ്ടിരിക്കുന്നവനല്ലേ മനുഷ്യൻ, കുരക്കുന്നവനല്ലേ മനുഷ്യൻ, കരയുന്നവനല്ലേ മനുഷ്യൻ, കഫം തുപ്പുന്നവനല്ലേ മനുഷ്യൻ, കണ്ണുനീരൊലിപ്പിക്കുന്നവനല്ലേ മനുഷ്യൻ. ശുദ്ധമായ വെള്ളം ശരീരത്തിലേക്ക് കൊടുത്താൽ പിന്നീട് നജസ് മൂത്രമൊഴിക്കുന്നവനല്ലേ മനുഷ്യൻ. ഓ മനുഷ്യ, ഞാൻ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ഞാൻ ദൈവത്തിന്റെ വിശേഷണമുള്ളവനാണെന്നോ വാദിക്കുന്നുവെങ്കിൽ അവനേക്കാൾ വലിയ വിവരം കെട്ടവനാരാണ്? അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ദൈവമെന്ന് വാദിച്ച ആൾ ദൈവമായ ഫിർഔൻ. പക്ഷേ ലോകസട്ടാവായ അല്ലാഹു ജല്ല ജലാലുഹു അതേ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഗർഭം നൽകിയപ്പോൾ വേദനയോടെ പ്രയാസത്തോടെ ഗർഭം ചുമന്ന് ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ. ഓ ചെറുപ്പക്കാരെ, മാതാപിതാക്കളോടുള്ള കടപ്പാട് പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മാതാക്കൾ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഗർഭം ചുമന്നത്, എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് മക്കളെ വയറ്റിലിട്ട് പോറ്റി വളർത്തിയത്, ആ മക്കളെ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് പ്രസവിച്ചത്, എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് മുലയൂട്ടിയത്, വൃത്തിയാക്കിയത്. ഓ ചെറുപ്പക്കാരെ, ആരോഗ്യം കിട്ടുമ്പോൾ, യുവത്വം വരുമ്പോൾ, വിവാഹം കഴിക്കുമ്പോൾ പോറ്റി വളർത്തിയ ഉമ്മമാരെ മറക്കല്ലേ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാനമായ സംസാരമല്ലാതെ, വിനയാന്വിതമായ ശൈലിയല്ലാതെ, താഴ്മ പ്രകടിപ്പിക്കുന്ന രൂപമല്ലാതെ ഉമ്മ ബാപ്പമാർക്ക് പ്രായമെത്തുമ്പോൾ നമ്മുടെ നാവിലൂടെയോ ശൈലിയിലൂടെയോ ബോഡി ലാംഗ്വേജിലൂടെയോ അതേ ഇശാറത്തിലൂടെയോ ഉമ്മ ബാപ്പയുടെ മനസ്സിനൊരൽപ്പം ക്ലേശമുണ്ടാകുന്ന ഒരു സൂചന പോലും വന്നു പോകല്ലേ. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നൊന്ത് പ്രസവിച്ച ഉമ്മ, ആ ഉമ്മക്ക് റബ്ബിന്റെ നിർദ്ദേശം എന്താണ്? ഉമ്മയ്ക്ക് നിർദ്ദേശം പെട്ടിയിലാക്കി വെള്ളത്തിലൊഴുക്കണം കുട്ടിയെ എന്നാണ്. കാരണം ചെറിയ പിഞ്ചുമക്കളെ, ആൺമക്കളെ കണ്ടാൽ ഫറോവ ചക്രവർത്തി കൊന്നുകളയും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ സംരക്ഷിക്കാൻ റബ്ബിന്റെ തീരുമാനമാണ്. പക്ഷേ അവന്റെ തീരുമാനം നടപ്പാക്കുന്നതെങ്ങനെ? അത് നമ്മൾ ഊഹിക്കുന്നത് പോലെ ആകണമെന്നില്ല. അവിടെയാണ് മുസ്ലിമേ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ചൊല്ലിക്കോ ഈ ദിക്ർ. പ്രത്യേകം സുന്നത്താണ്. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഹദീസിൽ വന്ന ദിക്റുകൾ, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ, ഇമാം നവവി തങ്ങൾ അത് കാറിൽ പറഞ്ഞത്, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഇർശാദിൽ പറഞ്ഞത്, അതുപോലെ മിസ്കാത്തിൽ ഖതീബ് തിബ്രീസി തങ്ങൾ രേഖപ്പെടുത്തിയത്, അങ്ങനെ ഇമാമീങ്ങളൊക്കെ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ രാവിലെയും വൈകുന്നേരവും ചൊല്ലല് പ്രത്യേകം സുന്നത്തുള്ള ദിക്റുകൾ.
ആ ദിക്റുകൾ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചതാണ് വിറുദുൽ ലത്തീഫ്. കഴിയുമെങ്കിൽ എല്ലാവരും രാവിലെയും വൈകുന്നേരവും അത് പതിവാക്കിക്കോളൂ. രാവിലെ ചൊല്ലിയ വൈകുന്നേരത്തിലടക്ക് മരിച്ചാൽ ഈമാൻ കിട്ടുന്ന ദിക്റതിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ സമ്പത്തിനും സംരക്ഷണം കിട്ടുന്ന ദിക്റതിലുണ്ട്. ശരീരത്തിന് സംരക്ഷണം കിട്ടുന്ന ദിക്റതിലുണ്ട്. പാമ്പ് തേളടക്കമുള്ള ജീവികളിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ദിക്റതിലുണ്ട്. എന്തിനധികം പറയണം, എല്ലാ നന്മയും ലഭിക്കാനുള്ള ദിക്റുകൾ വിറുദുൽ ലത്തീഫിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. ചൊല്ലി തീർക്കാൻ ഒരു 10 മിനിറ്റ് പോരെ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് പോരെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 ചൊല്ലാൻ കഴിയില്ലെങ്കിൽ ഒരു 10എങ്കിലും ചൊല്ലിയിട്ടെങ്കിലും അതൊന്ന് ചൊല്ലാൻ നോക്കിക്കോളൂ മുഅ്മിനീങ്ങളെ. അത് ചെറിയ കാര്യമല്ല, അതിൽപ്പെട്ടൊരു ദിക്റാണ്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. അല്ലാഹുവിനെ റബ്ബായി ഞാൻ പൊരുത്തപ്പെട്ടു. ഞാൻ അല്ലാഹുവിനെ റബ്ബായി പൊരുത്തപ്പെട്ടു. പൊരുത്തപ്പെട്ടു എന്ന് പറയുന്ന നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, പൊരുത്തപ്പെടണം. ഭർത്താവിനെ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് ഭാര്യ പറഞ്ഞാൽ പോരാ. പിന്നെ ഭർത്താവ് അല്പൊക്കെ വേദനിപ്പിച്ചാൽ, വേദനിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ, വേദനിപ്പിച്ചാൽ അത് ക്ഷമിക്കാൻ പൊറുക്കാനും ഭാര്യക്ക് കഴിയണം. അപ്പോഴാ പൊരുത്തപ്പെടല്. ഭാര്യയെ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ. ഭാര്യ ചിലപ്പോൾ ഭാര്യയല്ലേ, ഭാര്യയാകുമ്പോൾ പെണ്ണായിരിക്കുമല്ലോ. പെണ്ണായിരിക്കുമ്പോൾ ചിലപ്പോൾ നാവ് ചിലപ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമല്ലോ. അപ്പോൾ സംസാരത്തിൽ നമുക്ക് പറ്റാത്തത് വല്ലതും പറഞ്ഞു പോയാൽ ഞാൻ ഭാര്യയെ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ, അപ്പറഞ്ഞ് പൊരുത്തപ്പെടാൻ നമുക്ക് കഴിയണം. അപ്പോഴേക്ക് ഭാര്യയുടെ മുന്നിലേക്ക് വാളുവെടുത്ത് വടിവെടുത്ത്, അല്ലെങ്കിൽ അതിനെക്കാളും വലിയ വടിയാണ് തലാഖിന്റെ മൊഴിവെടുത്ത് ഇറങ്ങാൻ പാടില്ല. പൊരുത്തപ്പെട്ട പോലെ ഇരിക്കണം. ഉസ്താദിനെ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഉസ്താദ് ഒരു വിഷയത്തിൽ അല്പം ഗൗരവമായി സംസാരിച്ചാൽ ഉസ്താദിനോട് സ്നേഹം വർദ്ധിക്കണം. കാരണം അതെന്റെ നന്മക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കാൻ കഴിയണം. ബാപ്പയെ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബാപ്പ ശാസിച്ചാൽ പൂർണ്ണമായി അംഗീകരിക്കണം. അപ്പോഴാ ബാപ്പയെ പൊരുത്തപ്പെടില്ല. അല്ലാതെ എന്ത് പൊരുത്തപ്പെട്ടു, വെറുതെ പൊരുത്തപ്പെട്ടു എന്ന് വല്ല കാര്യമുണ്ടോ? പൊരുത്തപ്പെട്ട പോലെ ഇരിക്കണം. അറിയാതെ ഭാര്യന്റെ നെഞ്ഞത്ത് കുത്തിപ്പോയി ഭാര്യയോട്, ഭർത്താവിനോട്, അല്ലെങ്കിൽ ഭർത്താവിന്റെ വാച്ചിന് ഭാര്യയുടെ മുടി കുടുങ്ങിപ്പോയി, ഭാര്യ വല്ലാതെ വേദനിച്ചു പോയി. അവിടൊക്കെ പൊരുത്തപ്പെടാൻ കഴിയണം. പൊരുത്തപ്പെടൽ അങ്ങനെ, പൊരുത്തുണ്ടെങ്കിൽ വേദനകളൊക്കെ സഹിക്കും, പൊരുത്തല്ലേ സഹിക്കൂല. നിങ്ങൾ നോക്ക്, നന്നായി സ്നേഹിക്കുന്ന ഒരു ഉസ്താദ് ഷൂ ഇട്ടിട്ട് ശിഷ്യന്റെ കാലുമ ചവിട്ടിപ്പോയി, നല്ല വേദനയായിരുന്നു. പക്ഷെ ഉസ്താദ് വിവരം അറിയില്ല, ചവിട്ടി വീരുന്നതിന് അറിയില്ല. അപ്പോ കാലിങ്ങനെ മെല്ലെ ഒന്ന് തട്ടുന്ന കണ്ടപ്പോ മോനെ ചവിട്ടിപ്പോയോന്ന് ചോദിച്ചു. ഇല്ല അത് നേരെ നന്നായിട്ട് ചവിട്ടീന്, നാലെണ്ണം വേദനയായിരുന്നു. ഉസ്താദ് മെല്ലെ കാറിൽ കയറി പോയപ്പോ പിന്നെ മെല്ലെ കാലിങ്ങനെ തടകാണ്. ഉസ്താദിന് മുമ്പ് തടകാതിരുന്ന ഉസ്താദിന് വിഷമാണ്ടാന്ന് വിചാരിച്ചിട്ടാ. അതാ പൊരുത്തപ്പെടല്. നേരെ മറിച്ച് പൊരുത്തപ്പെടാത്ത ആളാണെങ്കിലോ ചവിട്ടണമെന്നില്ല, അടുത്തുകൂടി ഷൂളിൽ ഇട്ട് നടന്നാൽ മതി. ചവിട്ടിന്ന് പറഞ്ഞ് പിറ്റേന്ന് കേസായിരിക്കും. അങ്ങനെയാ പൊരുത്തപ്പെട്ടവരും പൊരുത്തപ്പെടാത്തവരും തമ്മിലുള്ള വ്യത്യാസമാണ്. അള്ളാഹുവിനെ പൊരുത്തപ്പെട്ടാൽ അള്ളാഹു തരുന്ന നന്മയിൽ മാത്രമല്ല, അള്ളാഹു തആല തരുന്ന തിന്മയിലും പൊരുത്തപ്പെടും. പക്ഷേ കാരണം തിന്മയുടെ രഹസ്യം നമുക്കറിയില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിൽ ഒഴുക്കാനാണ് ഓർഡർ വരുന്നത്. പക്ഷേ ചോദിക്കട്ടെ ഉമ്മമാരെ, പ്രസവിക്കപ്പെട്ട ഉടനെയുള്ളൊരു കുട്ടിയെ പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിലൊഴുക്കാൻ പറഞ്ഞാൽ നിങ്ങളെ മനക്ലേശം എത്രയാണ്. പക്ഷേ ഔഹൈന ഇലാ ഉമ്മി മൂസ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് അള്ളാഹു സന്ദേശം നൽകുകയാണ്, ഇൽഹാം നൽകുകയാണ്. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ,
എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. ഗൗസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങൾക്ക് ഏത് വിഷയത്തിനും ഏകൽ അല്ലാഹുവിങ്കൽ നിന്ന് ഓർഡർ ലഭിക്കലാണ്. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, വമാ ഫഅൽതുഹു അൻ അംരി, ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല. പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഏകൽ മുഖേന മാത്രം പറയുന്നവരുണ്ട്, പ്രവർത്തിക്കുന്നവരുണ്ട്. അതിൽ അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം വലിയാണോ നബിയാണോ? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും വലിയാണെന്ന് പറഞ്ഞെങ്കിലും അസഹായ അഭിപ്രായം നബിയാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കുമൊക്കെ ഇൽഹാമുകൾ, ഏകലുകൾ ഉണ്ട്. ആ ഏകൽ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിക്കുന്നു, മൂസാ നബിയുടെ ഉമ്മക്ക് ലഭിക്കുന്നു. സ്ത്രീകളെ കൂട്ടത്തിൽ ഒരു നബിയും ഇല്ല. വമാ കാനത്ത് നബിയ്യൻ ഖത്തു ഉൻസാ, സ്ത്രീകളെ കൂട്ടത്തിൽ നബിയില്ല. കാരണം നബിയാ മാത്രം പെണ്ണുങ്ങളുടെ ശാരീരിക പ്രകൃതിയും അവരുടെ ബുദ്ധിപരമായ വികാസവും അനുയോജ്യം അല്ല എന്നത് തന്നെ കാരണം. സ്ത്രീകൾക്ക് അതിപ്പോ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവിടൊക്കെ തെങ്ങില്ലേ, 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 കവുങ്ങുണ്ടോ? കവുങ്ങ് ഞങ്ങൾ നാട്ടിൽ അടക്ക പറിക്കുന്ന സാധനത്തിന് കവുങ്ങ്. ഇവിടെ എന്താ പറയാ? കവുങ്ങ്. തെങ്ങ് കയറുന്ന ഇത്ര പെണ്ണുങ്ങളുടെ ഇവിടെ ഒക്കെ മലപ്പുറം ജില്ലയിൽ ഒറ്റയില്ലേ തെങ്ങ് കയറുന്ന പെണ്ണുങ്ങൾ ഉണ്ടോ? എവിടെയാ തേങ്ങ പറിക്കല്? ഞങ്ങളുടെ നാട്ടിലൊക്കെ തെങ്ങ് കയറുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. ഒറ്റ സ്ത്രീയും തെങ്ങ് കയറി തേങ്ങ പറിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ കവുങ്ങുമ കയറിയിട്ട് അടക്ക പറിക്കുന്നത് കണ്ടിട്ടില്ല. എന്താ കാരണം? ഒക്കെ AP സുന്നികളായതുകൊണ്ടൊന്നുമല്ല. ഞങ്ങളുടെ നാട്ടിലൊന്നും തെങ്ങ് കയറൽ അധികവും മുസ്ലിമീങ്ങൾ തന്നെയല്ല, പിന്നെ സുന്നികളായാലും പിന്നല്ലേ. സ്ത്രീകളുടെ പ്രകൃതി പുരുഷന്മാരുടെ പ്രകൃതി പോലെയല്ല. അതിലിപ്പോ ആരെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പർദ്ദന്റെ അനുകൂലിയാലും ശരി പ്രതികൂലിയാലും ശരി ആണും പെണ്ണും ഒരുപോലെയാണെന്ന് ഞാൻ ബുദ്ധിയുള്ളവന് പറയാൻ കഴിയില്ല. ലൈസക്കറുക്കല്ലും സാധന ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാ. ആ അല്ലാഹ് പറഞ്ഞിങ്ങനെ അപ്പുറം കണ്ടുപിടിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അത് എഞ്ചിനീയർ ആയാലും ഇല്ല, ഡോക്ടർ ആയാലും ഇല്ല, അല്ലാത്തവരായാലും ഇല്ല, ആരായാലും തിരക്കേടില്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആണും പെണ്ണും ഒരുപോലെയല്ല, അതിൽ യാതൊരു സംശയവും ഇല്ല. ഇരിക്കട്ടെ, അത് ഒരു രംഗത്തുമല്ല, മതരംഗത്തും ഇല്ല. നമ്മൾ റമദാൻ 30 ദിവസം നോമ്പ് എടുക്കും, റമദാൻ 30 ദിവസം നിസ്കരിക്കുകയും ചെയ്യും. എന്നാൽ നമ്മളെ വീട്ടിലുള്ള പല പെണ്ണുങ്ങളും റമദാൻ 30 ദിവസം നോമ്പെടുക്കാൻ അവർക്കൊണ്ട് കഴിയില്ല, റമദാൻ 30 ദിവസവും നിസ്കരിക്കാനും അവർക്കൊണ്ട് കഴിയില്ല. കാരണം സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയല്ല, വളരെ വ്യത്യാസങ്ങളുണ്ട്. നിയമത്തിലും വ്യത്യാസമുണ്ട്, പ്രകൃതിപരമായും വ്യത്യാസമുണ്ട്. അത് അംഗീകരിക്കാതിരിക്കാൻ മനുഷ്യന്മാർക്ക് കഴിയില്ല. അതിരിക്കട്ടെ, കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് വഹീ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് റസൂലാക്കിയതോ നബിയാക്കിയതോ അല്ല, മറിച്ച് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മക്ക് ലഭിക്കുന്നു. ആ ഇൽഹാം കുട്ടിയെ പെട്ടിയിലാക്കി വെള്ളത്തിലൊഴുക്കണം എന്നാണ്. ആ ഉമ്മയുടെ മനക്ലേശം എത്രയായിരിക്കും? പക്ഷേ അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന്റെ പിന്നിൽ വലിയ വിജയങ്ങൾ വരാനുണ്ട്. അതിനുവേണ്ടിയാണ് പരീക്ഷണം. സുബ്ഹാനല്ലാഹ്. പിന്നെ അന്ന് കള്ളത്തരീക്കത്താരൊന്നും ഇല്ലാത്തത് കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ ആ കുട്ടിയെ വെള്ളത്തിലൊഴിക്കേണ്ടി വന്നപ്പോ വ്യാജത്തരീക്കത്തുകാരും ഇല്ലല്ലോ, അതുകൊണ്ട് അവരാരും അവരെ കറാമത്താണ് എന്ന് പറഞ്ഞിട്ടില്ല. ചിലരുണ്ട് അങ്ങനെ. എന്തെങ്കിലും ഒരു വിഷയം വല്ല ബലിയത്തുകളോ വലിയ പല പരീക്ഷണങ്ങളോ വരുമ്പോഴേ അത് കറാമത്താണ് എന്ന് പ്രഖ്യാപിക്കുന്ന കുറെ ജാഹിലീങ്ങളുണ്ട് ദുനിയാവിൽ. ഇരിക്കട്ടെ, കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ ആ കുട്ടിയെ പെട്ടിയിലാക്കി വെള്ളത്തിലൊഴുക്കുകയാണ്. അള്ളാഹുവിന്റെ തീരുമാനം, അവന്റെ ഓർഡർ അനുസരിച്ച് റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായി പൊരുത്തപ്പെട്ട് റബ്ബിന്റെ കൽപ്പന സ്വീകരിച്ച് വെള്ളത്തിൽ റബ്ബിന്റെ മേൽ തവക്കുലാക്കി ഒഴുക്കുകയാണ്. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതാ അള്ളാഹു എത്തിക്കുന്നത് എവിടെയാണ്? കുട്ടിയെ കണ്ടാൽ കൊല്ലുന്ന ആളുടെ മുന്നിലേക്കാണ് കുട്ടിയെ അള്ളാഹു എത്തിക്കുന്നത്. അതാണ് രസം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഈ കുട്ടിയെ ഡയറക്റ്റ് എത്തിക്കുന്നത് എവിടെ? ഫിർഔനിന്റെ മുന്നില്. അവിടെ അതാണ് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച്, അള്ളാഹു ഉദ്ദേശിച്ച് നടപ്പാക്കുമെന്നതിനെ സംബന്ധിച്ച് ബോധമില്ലാത്ത മനുഷ്യനല്ലേ വിഡ്ഢി?
അള്ളാഹുവിനെ കുറിച്ച് വിവരമില്ലാത്തവനെ സംബന്ധിച്ച് പിന്നെന്ത് പറയാനാ? അള്ളാഹു മൂസാ നബി അലൈഹി ഇസ്ലാമിനെ എത്തിക്കുന്നത് കഠിന വിരോധിയായ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ്. പക്ഷേ ജമീഉൽ ഖലായിഖ്, അതേ അള്ളാഹുവിന്റെ പിടിയിലല്ലാതെ അവന്റെ അധികാരത്തിലല്ലാതെ ആരെങ്കിലുമുണ്ടോ? വല്ല മനസ്സുകളുമുണ്ടോ? ഫിർഔനിന്റെ മനസ്സിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്നത് ഈ കുട്ടിയെ വളർത്തണമെന്നാണ്. അതിന് നിമിത്തമായി പ്രവർത്തിക്കുന്നതൊരു പെണ്ണാണ്. ആ പെണ്ണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. നന്മയ്ക്ക് നിമിത്തമാകാൻ കഴിഞ്ഞാൽ ഹിദായത്തിന് കാരണമാണ്. ആസിയ ബീവിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നീട് കൊടുക്കുന്ന പവർ വലുതാണ്, പരീക്ഷണവും വലുതാണ്. ഉമ്മമാരെ അറിയില്ലേ, കൊടുക്കുന്നത് സ്വർഗമാണ്, പക്ഷേ അതിനു മുമ്പ് അനുഭവിക്കുന്നത് എന്താണ്? അതേത് ഖാലത്ത് ഇംറഅത്ത് ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ മഹദിയെ ഫിർഔന് കൊണ്ടുവന്ന് മരുഭൂമിയിൽ കിടത്തിയിട്ട് രണ്ട് കൈകളും നിവർത്തി വെച്ച് ആണി തറിച്ചില്ലേ? ആണി അടിച്ചേറ്റിയില്ലേ? കാലിന് ആണി അടിച്ചേറ്റിയില്ലേ? മരണവുമായി മല്ലിടുന്ന സമയമുണ്ടായില്ലേ? നജ്ജിനീ മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനീ മിനൽ ഖൗമിൽ ളാലിമീൻ റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിലൊരു വീട് തരണേ എന്ന് മഹദി പ്രാർത്ഥിച്ചു. കൈക്കും കാലിനുമൊക്കെ ആണിയടിച്ച് അതേ ശത്രുവായ ഫിർഔൻ സ്വന്തം ഭർത്താവായിരുന്നു. പക്ഷേ സത്യം മുറുകെ പിടിച്ചതിനാൽ മഹദിയെ ഫിർഔൻ തന്നെ കൊന്നുകളഞ്ഞു. പരീക്ഷണം വലുതാണ്, കിട്ടുന്നത് സ്വർഗമാണ്. പൊരുത്തപ്പെട്ടു, റബ്ബിന്റെ തീരുമാനത്തിൽ പൊരുത്തപ്പെട്ടു ബീബി ആസിയ. അതുകൊണ്ട് അല്ലാഹു ഏറ്റവും പൊരുത്തപ്പെട്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭർത്താവായി റബ്ബ് നൽകുന്നു. ഞാൻ ചുരുക്കി പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. മഹദിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹാ മൂസാ നബി അലൈഹിസ്സലാമിനെ പോറ്റി വളർത്തുന്നതിന് നിമിത്തമായി സംസാരിച്ചു. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പോറ്റാനാ തീരുമാനിച്ചത് പോരാ. മൂസാ നബിക്ക് മുല കൊടുക്കാൻ അല്ലാഹു ജല്ല ജലാലുഹു മൂസാ നബിയെ നബിയുടെ ഉമ്മയെ തന്നെ എത്തിക്കാൻ വേണ്ടതൊക്കെ ചെയ്തു. ചരിത്രം നീണ്ടുപോകും, നിർത്തട്ടെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉമ്മ മുല കൊടുക്കുന്നതിന്റെ ഈ ധിക്കാരിയായ ഫിർഔനിനെ കൊണ്ട് അല്ലാഹു ശമ്പളം കൊടുപ്പിച്ചു. സ്വന്തം ഉമ്മ തന്നെ ആ കുട്ടിക്ക് മുല കൊടുക്കട്ടെ, ശമ്പളം നീ കൊടുക്കടാ, നിന്റെ കൊട്ടാരത്തിൽ വെച്ച് പോറ്റടാ. എന്റെ തീരുമാനത്തെ മറികടക്കാൻ അന റബ്ബുക്കുമുൽ അലാ എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ധിക്കാരിയായ നിന്നെ കൊണ്ട് കഴിയുമോ? നിന്റെ മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ കഴിയുമോ? അധികാരം അദാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അല്ലാഹുവിനല്ലാതെ ഇവിടെ അധികാരമുണ്ടോ? റബ്ബ് പഠിപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരീക്ഷണം കൊണ്ടൊന്നും തീർന്നിട്ടില്ല. മൂസാ നബി ഇസ്ലാമിന് പിന്നെയും പരീക്ഷണങ്ങളാണ്. വിജയങ്ങളും പരീക്ഷണങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഒരു വിജയമാണ്, ശേഷം പരീക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഫിർഔന്റെ താടി ഇങ്ങോട്ട് പിടിച്ചു. കുട്ടിയായിരുന്ന കാലത്ത് മടിയിന്ന് താടി പിടിച്ച് നന്നായിട്ട് വലിച്ച് നല്ല വേദനയായി ഫിർഔന്. ഇങ്ങനെയാ എന്നാ കൊന്നാളാണോ? പിന്നെയും മൂപ്പർക്ക് പഴയതിന്റെ ഓർമ്മ വന്ന്. അപ്പോ ആസിയ ബീവി ഇടപെട്ടു. ചെറിയ കുട്ടിയല്ലേ, വിവരമില്ലാത്തതല്ലേ, അത് നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചാൽ പറ്റൂ? ശരി പറ്റും. പിന്നെ എന്റെ താടി തന്നെ പിടിക്കണോ? വേറെ എത്ര സ്ഥലമുണ്ട് പിടിക്കാൻ? താടി തന്നെ പിടിക്കണോ? അപ്പൊ ആസിയ വിവരമില്ലാത്ത കുട്ടി എന്താ തെളിവ്?
തെളിവ് നമുക്കൊന്ന് പരീക്ഷിച്ചാളിയാ. കുറച്ച് സ്വർണവും കൊണ്ടുവന്ന് വെക്കുക, കുറച്ച് തീക്കട്ടയും കൊണ്ടുവന്ന് നോക്കുക, ഏതാ കുട്ടി എടുക്കുന്നത് നോക്കുക. രണ്ടും കൊണ്ടുവന്ന് വെച്ചു, പരീക്ഷണത്തിന് വെച്ചു. മൂസാ നബി അലൈഹി സ്വലാം സ്വർണത്തിലേക്കാ കൈ കൊണ്ടുവന്നത്. ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് തട്ടിയിട്ട് തീ കഷ്ട എടുപ്പിച്ചു. എടുത്തിട്ട് മൂസാ നബി അലൈഹി സ്വലാം വായിലിട്ടു. അല്പം പൊള്ളുകയൊക്കെ ചെയ്തു. സാരല്ല, അത് ജീവൻ രക്ഷിക്കാനാ. കുറച്ച് പൊള്ളിക്കോട്ടെ, അത് ജീവൻ രക്ഷിക്കാനാ. കുറച്ച് പുകയൂന്നേ ഉള്ളൂ, ജീവൻ രക്ഷിക്കാനാ. ജിബ്രീൽ അലൈഹി സ്വലാം ഇടപെട്ടിട്ടാണ് ഇവിടെ അല്പം പൊള്ളിച്ചത്. അത് പൊള്ളൽ ആവശ്യം അവിടെ. അതും കഴിഞ്ഞ് മൂസാ നബി ഇസ്ലാം വളർന്നു, വലുതായി, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായി. ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ഒരു സാധു മനുഷ്യൻ, അതേ ഇസ്രായേലികൾ ബന്ധത്തിൽപ്പെട്ട ആളാ, സാധു മനുഷ്യനാ, ഫിറഔന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കലനായ മനുഷ്യൻ ആക്രമിക്കുകയാണ്. മൂസാ നബി ഇസ്ലാമിനോട് സഹായം ചെയ്ത് ഖുർആൻ പറഞ്ഞില്ലേ. അപ്പൊ മൂസാ നബി ഇസ്ലാം ഈ കല്ലനായ മനുഷ്യനെ, അവനെ ഈ അക്രമത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി മൂസാ നബി ഇസ്ലാം അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ അവൻ മൂസാ നബി ഇസ്ലാമിനെ വധിക്കാനോ അടിക്കാനോ ശ്രമിക്കുകയാണ്. മൂസാ നബി ഇസ്ലാം നല്ലൊരു തട്ടം കൊടുത്തു. കാരണം അപ്പോൾ ഒരു നല്ല തട്ട് കൊടുത്താലേ ശരിയാവുള്ളൂ, അല്ലെ പിന്നെ അവനിങ്ങോട്ട് ആക്രമിക്കും. പക്ഷെ ആ തട്ടില് മൂസാ നബി ഇസ്ലാം ഇവനങ്ങ് ശരിയായി പോട്ടെ വിചാരിച്ച് തട്ടിയതൊന്നും അല്ല. പക്ഷെ ആ തട്ടില് മൂപ്പര് ശരിയായിപ്പോയി. എന്താക്കാനാ, അങ്ങനെ ശരിയാണോ എന്ന് വിചാരിച്ച് തട്ടിയതൊന്നും അല്ല. തട്ടിയതൊരു തട്ട് കൊടുത്ത തട്ട് കുറച്ച് കടുപ്പത്തിലായിപ്പോയി. അപ്പോ അവൻ അങ്ങ് ശരിയായിപ്പോയി. മൂസാ നബി അലൈഹി സ്വലാം ആകെ ബേജാറായി. കാരണം അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് തട്ടിയതല്ല. പക്ഷേ മൂസാ നബി ഇസ്ലാം പിറ്റേ ദിവസം ഇങ്ങനെ പോകുമ്പോൾ പിന്നെയുണ്ട് ഇന്നലത്തെ അതേ ചങ്ങാതി തന്നെ, അസാധു മനുഷ്യൻ. അയാൾ ഇന്ന് വേറൊരുത്തനായിട്ട് കല്ലത്തുണ്ടാക്കുന്നുണ്ട്. എടാ, നീ എപ്പോഴും ഇങ്ങനെ തന്നെ എല്ലാവരും കല്ലത്തുണ്ടാക്കല, നിനക്ക് മണി എന്ന് മൂസാ നബി ഇസ്ലാം ചോദിക്കാൻ നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവന് തോന്നി ഇപ്പൊ മൂസ വന്നിട്ട് എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നി. അപ്പൊ അവനങ്ങ് പറഞ്ഞു, ഇന്നലെ ഒരുത്തനെ കൊന്നവരെ ഇന്ന് എന്നെയും കൊല്ലുകയാണോ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, കൊന്നത് ഫ്ലാഷായി പോയില്ലേ, കൊന്നത് ഈ എതിരാളി അറിഞ്ഞില്ലേ. പിന്നെ മൂസാ നബി ഇസ്ലാം നാട്ടിലെടുക്കാൻ പറ്റുമോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോഴാണ് ഒരാൾ വന്നു പറയുന്നത്, പെട്ടെന്ന് നാട് വിട്ടോളണം. കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം നാട് വിടുകയാണ്, മദിയനിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അതാ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് സഹായം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി ഒരു നയാകാശ് വാങ്ങാതെ പാവപ്പെട്ടവർക്ക് സാന്ത്വന പ്രവർത്തനം നടത്തുകയാണ്. പാവപ്പെട്ട പെൺകുട്ടികളെ സഹായിക്കുകയാണ്. അതിൻ്റെ പേരിൽ മദിയനിൽ ഒരുപാട് കാലം താമസിക്കാനുള്ള സംരക്ഷണവും, അതേ ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സംരക്ഷണവും സഹായവും വിവാഹമടക്കം നടക്കുകയാണ്. അവിടുന്ന് പിന്നീട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഫിർഔനിന്റെ സമീപത്തേക്ക് തന്നെ അള്ളാഹ് പറഞ്ഞേക്കുകയാണ്. ഒന്നിനെ മേരെ ഒന്നായി പരീക്ഷണങ്ങൾ തന്നെ, പ്രശ്നങ്ങൾ തന്നെ, ഇടയ്ക്കിടയ്ക്ക് സന്തോഷം തന്നെ, വിജയം തന്നെ. അവസാനം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉറച്ചു നിന്നവരെയും മൂസാ നബിയെയും പിടിച്ചു കൊല്ലാൻ ഫിർഔനും കൂട്ടരും വരുമ്പോൾ അതിലിടയ്ക്ക് സംവാദം നടന്നിട്ടുണ്ട്, മുഖാമുഖം നടന്നിട്ടുണ്ട്, പലതും മത്സരം നടന്നിട്ടുണ്ട്. അവിടെയെല്ലാം മൂസാ നബി അലൈഹി ഇസ്ലാം വിജയിക്കുകയാണ്. പ്രശ്നങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്. അവസാനം മൂസാ നബിയെയും സമൂഹത്തെയും പിടിക്കാൻ വരുന്നു. പിന്നിൽ ഫിർഔനും പട്ടാളവും വരുന്നു. മുന്നിൽ ഖൽസും സമുദ്രം, ചെങ്കടൽ വരുന്നു. ആ ചെങ്കടലിന് വെടികൊണ്ടടിക്കുന്നു. ചെങ്കടൽ മാറി നിന്നുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമും കൂടെയുള്ളവരും അതാ കടന്നു പോകുന്നു. ഫിർഔൻ എന്ന ധിക്കാരിയുടെ അഹങ്കാരത്താൽ അവരും അവന്റെ കൂടെയുള്ളവരും ചെങ്കടലിലേക്ക് കടക്കുന്നു. വഴിയിൽ മധ്യത്തിലെത്തുമ്പോൾ വെള്ളം പരസ്പരം കൂട്ടിയിട്ട് ആ ധിക്കാരിയായ ഭരണാധികാരിയെയും കൂടെയുള്ളവരെയും അല്ലാഹു നശിപ്പിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം കൂടെയുള്ളവരെയും അല്ലാഹു രക്ഷപ്പെടുത്തുന്നു. എന്തിനാണ് സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്? പരീക്ഷണങ്ങൾ ലോകത്തുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, സന്തോഷങ്ങളുണ്ടാകും, വിജയങ്ങളുണ്ടാകും. അവിടെയെല്ലാം
റബ്ബിന്റെ തീരുമാനത്തിൽ പൊരുത്തപ്പെട്ടുകൊണ്ട് റബ്ബിന് തഖ്വ ചെയ്ത് അള്ളാഹു കൽപ്പിച്ചതെടുത്ത് അള്ളാഹു വിരോധിച്ചതൊഴിച്ച് അള്ളാഹുവിൽ അർപ്പിച്ച് അള്ളാഹുവിലേൽപ്പിച്ച് തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ നമ്മൾ സന്നദ്ധരാകാനാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കണം. പരമാവധി ജമാഅത്തായി തന്നെ പുരുഷന്മാരെ നിസ്കരിക്കണം. സ്ത്രീകളെ, ഹബീബായ നബി തങ്ങൾ നിങ്ങൾക്ക് വീട്ടിലാണ് നിസ്കാരം പഠിപ്പിച്ചത്. നിങ്ങൾ വീട്ടിൽ വെച്ച് കൃത്യമായി നിസ്കരിക്കണം. സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കണം. ദിക്റും ഔറാദും സലാത്തും ഒക്കെ കൊണ്ടുവരണം. സാലിഹീങ്ങളെ സ്നേഹിക്കണം. നബി തങ്ങൾ ജനിച്ചതിൽ സന്തോഷിക്കണം. അതുപോലെ നല്ല കാര്യങ്ങളിലെല്ലാം നമ്മൾ പങ്കുചേരണം. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. SYSന്റെ 60ാം വാർഷികം, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലല്ലേ നിങ്ങളുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ. 25,000 സഫുവ അംഗങ്ങളെ ഈ രാജ്യത്തിന് സമർപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ആ സഫുവ അംഗങ്ങൾ പ്രത്യേകമായ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അതേ യൂണിഫോമിലായി വരുന്ന 28-ാം തീയതി നിങ്ങളെ മലപ്പുറം ജില്ലയിലെ സഫുവ അംഗങ്ങൾ 5000-ഓളം ആളുകൾ മഞ്ചേരിയിൽ വെച്ച് സഫുവ റാലി നടത്തി. നമ്മുടെ സ്വാഗത സംഘ പ്രഖ്യാപനം നടക്കുകയാണല്ലോ, നിങ്ങളൊക്കെ അറിയുമല്ലോ. എന്നാൽ ഈ 25,000 ആളുകളും തഹജ്ജുദ് നിസ്കരിക്കുന്നവരായിരിക്കണമെന്ന് ഞാൻ സഫുവയുടെ ചീഫുമാർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓർമ്മപ്പെടുത്തി. കാരണം വലം തുസുന്നതമൻ അയ്യല്ലമായില അനിസ്തഖത് ഖദമാ ഹുദുർ മിൻ വറമി മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. 5:10 സുബ്ഹിയാണെങ്കിൽ 4:30 എഴുന്നേൽക്കുന്ന നമുക്ക് ഒരു 2 റക്അത്ത് തഹജ്ജുദിന് സമയം കിട്ടൂലേ ചെറുപ്പക്കാരെ? ഇശാ നിസ്കരിച്ച് കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമല്ലേ തഹജ്ജുദ്? അത് വിത്ർ നിസ്കാരം ആ സമയത്ത് നിസ്കരിച്ചാലും തഹജ്ജുദ് തന്നെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കരിച്ചത് അങ്ങനെയാണ്. ആ തഹജ്ജുദ് നിസ്കാരം അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചത് 2 റക്അത്തല്ല 11 റക്അത്താണ് സാധാരണ നിലക്ക് നിസ്കരിച്ചത്. റമദാനിലും അല്ലാത്തപ്പോഴും അത് 11-നേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അത് വിത്റാണ്, തഹജ്ജുദാണെന്ന് ഇബ്നു തൈമിയ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ 11 റക്അത്ത് വിത്ർ നിസ്കരിക്കുമ്പോ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അൽ ബഖറ സൂറത്താ ഓതിയത്. സുബ്ഹാനല്ലാഹ്. 2-ാമത്തെ റക്അത്തിൽ ആലു ഇമ്രാൻ സൂറത്താണ് ഓതിയത്. അങ്ങനെയുള്ള 11 റക്അത്തിൽ റുകൂയിലും സുജൂദിലും 100 കണക്കിന് തസ്ബീഹാണ് ചൊല്ലിയത്. കാലിന് നീര് കെട്ടി വീർക്കാതിരിക്കുമോ? തങ്ങൾക്ക് പ്രയാസമുണ്ടാകാനല്ല ഈ ഖുർആൻ ഇറക്കിയത് എന്ന് അല്ലാഹു തആല പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടി വന്നില്ലേ? രാത്രി സമയം എഴുന്നേറ്റ് നിസ്കാരം നിർവഹിച്ചിട്ടല്ലേ? അങ്ങനെയല്ലേ കാലിന് നീര് കെട്ടി വീർത്തുപോയത് ആർക്കാണിത്? ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല, തെറ്റ് ചിന്തിച്ചിട്ടില്ല. വന്നജ്മീദ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് നീര് കെട്ടി വീർത്തുകൊണ്ടാണ് തഹജ്ജുദ് നിസ്കരിച്ചതെങ്കിൽ റബീഉൽ അവ്വൽ മാസം വരുമ്പോ സന്തോഷം പ്രകടിപ്പിച്ച് മദ്ഹ് പറയുന്ന നമ്മൾ, സന്തോഷം പ്രകടിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്ന നമ്മൾ, ആ റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യുന്ന നമ്മൾ ഒരു 2 റക്അത്തെങ്കിലും സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ഞാൻ ആ സുന്നത്ത് നടപ്പാക്കുമെന്ന് പ്രതിജ്ഞ എടുത്താൽ വലിയ ഭാഗ്യമല്ലേ?
ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ മിൻ ഖുർറതി അയ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരു കണ്ണുകൊണ്ടും കണ്ടതല്ല, കാതുകൊണ്ട് കേട്ടിട്ടില്ല, മനസ്സിൽ ഉദിച്ചിട്ടില്ല, വർണ്ണിക്കാൻ സാധ്യമല്ല. സ്വർഗം റബ്ബ് തരുമ്പോൾ, അതിനുള്ള ആനുകൂല്യം കിട്ടുമ്പോൾ, പാതിരക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചവർക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം അത് വലിയ മഹത്തായ പ്രതിഫലമല്ലേ ചെറുപ്പക്കാരെ? ഒരു 2 റകഅത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കൂ. തൊട്ടടുത്ത പള്ളിയിൽ സുബ്ഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കൂ. ഇബാദത്തുകളിൽ നമ്മുടെ സമയം വിനിയോഗിക്കൂ. ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയുന്ന ഏർപ്പാടുകളും, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്ന ഏർപ്പാടുകളും, തങ്ങമാരെ നിന്ദിക്കുന്ന ഏർപ്പാടുകളും, അനാവശ്യ സംസാരങ്ങളും അനാവശ്യ ചിന്തകളും ഒക്കെ ഒഴിവാക്കി എന്റെ ആഖിറം എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും, എനിക്കെങ്ങനെ സ്വർഗത്തിലെത്താൻ കഴിയും, എനിക്കെങ്ങനെ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാകേണ്ടതുണ്ട്. നമ്മുടെ SYS-ഉം SSF-ഉം മറ്റുള്ള എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളും സ്ഥാപനങ്ങളും, നമ്മുടെ ഇവിടെയുള്ള സ്ഥാപനങ്ങളടക്കം എല്ലാം സ്വർഗത്തിന് വേണ്ടിയാണ് കേട്ടോ. ആ സ്വർഗത്തിൽ 2 കാലും എടുത്തു വെക്കുന്നത് വരെ ഒരാളും ഹുങ്ക് പറയണ്ട, ബീംബളക്കണ്ട, ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കണ്ട. സാലിഹീങ്ങളൊക്കെ അവർക്ക് വല്ല അത്ഭുതങ്ങളും പ്രകടമാകുമ്പോൾ തങ്ങൾ പറഞ്ഞില്ലേ, അവര് പേടിച്ച് വിറക്കുകയാണ്. ഇത് പരീക്ഷണമാണോ അല്ലാ? അതുകൊണ്ട് ആരും തന്നെ അഹങ്കരിക്കണ്ട. റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് അവന്റെ ഔദാര്യം കൊണ്ട് ആഖിറമൊന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച്, ഈ ഭൗതികമായ ലോകം തർക്കത്തിന്റെ ലോകമാണ്, കുറ്റം പറച്ചിലിന്റെ ലോകമാണ്, അനാവശ്യത്തിന്റെ ലോകമാണ്, മദ്യപാനികളുള്ള ലോകമാണ്, വ്യഭിചാരികളുള്ള ലോകമാണ്, ആലിമീങ്ങളെ നിന്ദിക്കുന്ന ലോകമാണ്, സാലിഹീങ്ങളെ കുറ്റം പറയുന്ന ലോകമാണ്, പലിശക്കാര ലോകമാണ്, ഹറാമും ഹലാലുമില്ലാതെ ബിസിനസ് നടത്തുന്നവരുടെ ലോകമാണ്. ഇവിടെ ഏത് തോന്നിമാസത്തിനും അവസരം കിട്ടുന്ന ലോകമാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. അബൂജഹല് കടക്കുന്ന, ഫിറഔന് കടക്കുന്ന, അബൂലഹബ് കടക്കുന്ന, റബ്ബേ അവര് കടക്കുന്ന നരകാഗ്നിയിൽ അവരുടെ വിരോധികളായ ഞങ്ങളെ നീ എത്തിക്കരുത് അല്ലാ. അവരുടെ എതിരാളികളെ അവര് കണ്ടുവെച്ച അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് അവരെ കൂടെ നീ ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തവനാരോ ഫഖദ് ഫാസ്, അവൻ വിജയം കൈവരിച്ചു പോയി. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ഭൗതിക ലോകം ചതിയുടെ ലോകമാണ് കേട്ടോ. ഇവിടെ ഉള്ള ഒന്നിലും ഖൽബിൽ അഹങ്കാരം തോന്നിപ്പോകാതെ താഴ്മയോടെ റബ്ബിലോട് സ്വർഗം ചോദിച്ച്, നരകത്തിൽ നിന്ന് കാവല് ചോദിച്ച്, അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച് ജീവിക്കാൻ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, അറിവ് കുറഞ്ഞവരാണ്. ഞങ്ങൾ അറിവ് കേട് കൊണ്ടോ ചിന്തക്കുറവ് കൊണ്ടോ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഏത് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അപാകത സംഭവിച്ചിട്ടുണ്ടോ, ന്യൂനതയുണ്ടായിട്ടുണ്ടോ, അതെല്ലാം നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങൾ നിനക്ക് നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ആ നിസ്കാരത്തിൽ ദുന്യാവിന്റെ ചിന്തകൾ പലതും കടന്നു വരുന്ന നിസ്കാരമാണ്. ഖുശൂഇല്ലാത്ത നിസ്കാരം ഖബൂൽ ചെയ്യപ്പെടാൻ വളരെ പ്രയാസമുള്ളതാണെന്ന് ആരിഫീകൾ, സാലിഹീകൾ പറഞ്ഞത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് നിസ്കാരത്തിൽ ഖുശൂഇലെത്തണം റഹ്മാനേ.
മറ്റുള്ള ചിന്താത്താമലുകൾക്ക് യാതൊരു ഫലവുമില്ലെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളെ വാക്കുകളിലും പ്രവൃത്തികളിലും ചലനങ്ങളിലും അടക്കങ്ങളിലും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളിലും സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ വാക്കുകളിലും ഞങ്ങളുടെ ചിന്തകളിലുമെല്ലാം നിന്റെ പൊരുത്തം മാത്രം കരുതി പ്രവർത്തിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനേ. ഭൗതികമായ ചിന്തകൾ കൊണ്ട് ഞങ്ങളെ ഖൽബ് നീ നശിപ്പിക്കരുത് റഹ്മാനേ. കിബ്ർ, ഉജ്ബ്, റിയാ, ഹസദ്, അമൽ, ഹിർസ്, ബിദ്അത്ത്, ശഹ്വത്ത്, ഖളബ് തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കണം റഹ്മാനേ. ഞങ്ങൾ കുണ്ടൂർ ഉസ്താദിന്റെ ഹളറത്തിൽ വന്നവരാണ്. ഒരൽപ്പവും അഹങ്കാരം തൊട്ട് തീണ്ടാതെ റബ്ബേ, കിടക്കയിലും കിടക്കും നിലത്തും കിടക്കും. അത്രയും വിനയത്തോടെ അഹങ്കാരം തൊട്ട് തീണ്ടാതെ ആലിമീങ്ങളെ സ്നേഹിച്ചും ആലിമീങ്ങളെ ശക്തിപ്പെടുത്തിയും മുതഅല്ലിമീങ്ങളെ പ്രിയം വെച്ചും യതീം മക്കളെ പോറ്റിയും മോമിനീങ്ങൾക്ക് പ്രാർത്ഥിച്ചും അല്ലാതെയും സഹായം നൽകിയും ജീവിച്ച ആ മഹാന്റെ ഹളറത്തിൽ വന്ന ഞങ്ങൾക്കും നീ തവാളുവിനെ തരളം റഹ്മാനേ, വിനയം തരളം റഹ്മാനേ. ഞങ്ങൾ അഹങ്കാരികളാക്കരുത് റഹ്മാനേ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനേ. നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ ഭാഗ്യം തരണം റഹ്മാനേ. അല്ലാഹുമ്മ യാ അല്ലാഹു യാ അല്ലാഹ് യാ ലതീഫ് യാ അല്ലാഹ്. യുരീദൂന അൻ യുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബ അല്ലാഹു ഇല്ലാ അൻ യുത്തിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم إنا نسألك بأسمائك الحسنى وبذاتك الأسنى نحمدك اللهم يا الله ونصلي ونسلم على حبيبك ورسولك سيدنا محمد صلى الله عليه وسلم رافعين كفنا إليك راغبين في فضلك راجين في رحمتك متوسلين بمن علمت إليك حاضرين عند وليك يا الله. نسألك يا الله يا الله أن تحفظنا وتحفظ جميع أساتذتنا وتلاميذنا وطلبتنا ومعاهدنا وجمعياتنا وجميع من أحب وأحسن إلينا من كل مكروه وسوء يا رب العالمين. اللهم خلص من السجن أسرانا. اللهم خلص من السجن من أسر منا. إنك تعلم جميع الأمور وحقائق الأشياء كلها. اللهم خلصهم من السجن يا رب العالمين. اللهم وفقنا لما تحب وترضى. اللهم إن لك جنود والأرض ولله جنود السماوات والأرض وكان الله عزيزا حكيما. اللهم إن الكفرة والفسقة والشيوعية والدهرية والمبتدئة والظلمة يا الله بغوا علينا وأنت تعلم أسماءهم وأنت تعلم أفكارهم وأنت تعلم كيدهم. اللهم اجعل كيد من كاد بنا إلى نحره. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم يا إله العالمين. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي
لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد يا حي يا قيوم يا ذا الجلال والإكرام والطف بنا وبجميع أمة محمد صلى الله عليه وسلم يا لطيف يا الله وأعزنا وأعز علماءنا وساداتنا وأعز معاهدنا وجمعياتنا بعزتك يا عزيز يا عزيز يا عزيز يا قوي يا متين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم إنك تقدر على كل شيء ونحن لا نقدر على أي شيء عليك توكلنا وإليك أنبنا أنت حسبنا وكافينا حسبنا الله ونعم الوكيل نعم المولى ونعم النصير أرحم الراحمين يا رب ഇവിടെ നടക്കുന്ന സ്ഥാപനത്തിലും മഹാനായ ഉസ്താദ് അവരുടെ സന്താന പരമ്പരകൾക്കും കുടുംബങ്ങൾക്കും ഈ നാട്ടിനും ഇതിൻ്റെ പരിസരങ്ങളിലുള്ള മുഴുവൻ പ്രദേശങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നിന്റെ കാവലിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, വലിയ പരീക്ഷണം സ്വന്തം മകനെ കൊല്ലപ്പെട്ടുകൊണ്ട് പോലും വലിയ പരീക്ഷണം കൊടുത്തപ്പോൾ മനക്കരുത്തോടെ ക്ഷമയോടെ നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് ശക്തി പകർന്ന മഹാനായ ഉസ്താദ് അവർക്ക് നീ ദറജനേറ്റി കൊടുക്കണേ റഹ്മാനെ. അവരെ ഞങ്ങളെയുമെല്ലാം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി സാലിഹീങ്ങളോടുകൂടി നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അവരുടെ ചെരിപ്പെടുക്കാനിറങ്ങിയ ഖാദിമീങ്ങൾ എന്നതല്ലാതെ ഞങ്ങളെ കൈവശത്തിൽ അമലുകളൊന്നുമില്ല. ഞങ്ങളുടെ എല്ലാ ന്യൂനതകളും പരിഹരിച്ച് ഞങ്ങളെ നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തി വിജയം തരണേ റഹ്മാനെ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ, സംഘടനകളോട് സഹകരിച്ചവരെല്ലാവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്ന 10,000 പല സ്ഥലത്തുമുണ്ട്. ഇവിടെ വന്നപ്പോഴും തന്നവരുണ്ട്. അവർക്കെല്ലാം അവരുദ്ദേശിച്ചത് നീ തന്നെ കൊടുക്കണേ റഹ്മാനെ. വലിയ പ്രയാസം വിദേശത്തുള്ളവരെ കുറിച്ചും നാട്ടിലുള്ളവരെ കുറിച്ചും പറഞ്ഞവരുണ്ട്. പ്രയാസങ്ങളും നീ തന്നെ നീക്കം ചെയ്യണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. മക്കാമിൻ്റെ പരിസരത്തുള്ള ഹാളിൽ ഷാദുലി റാത്തീബ് നടക്കാൻ പോവുകയാണ്. അള്ളാഹു ഈ മജ്ലിസ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഉസ്താദിൻ്റെ വളരെ അടുത്ത ശിഷ്യനായ ക്ലാരി അബൂബക്കർ ഹാജി പ്രത്യേകം ദുആ ചെയ്യുന്നുണ്ട്. ഖത്തറിൽ നിന്ന് നമ്മുടെ ആലുവയിലെ ഖാദർക്ക് പ്രത്യേകം ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ